മേജർ രവിയോ അതോ മോഹൻലാൽ ഫാൻസോ? ആരാണ് മോഹൻലാലിന്റെ ശരിക്കുമുള്ള ചങ്കെന്ന് തെളിയിക്കാനുള്ള ഒരു മത്സരം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റും പരസ്യ പ്രസ്താവനകളുമായി കൊണ്ടും കൊടുത്തും അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എമ്പുരാൻ വിവാദങ്ങൾക്കിടയിൽ ആരും പ്രതീക്ഷിക്കാത്ത എൻട്രി ആയിരുന്നു മേജർ രവിയുടേത്. എമ്പുരാന്റെ റിലീസ് ദിവസം ഉഗ്രൻ പടമെന്നും ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ പൃഥ്വിരാജ് ഭാഗ്യവാനാണെന്നും പുകഴ്ത്തിയ മേജർ രവി തൊട്ടടുത്ത ദിവസങ്ങളിൽ സിനിമയ്ക്കെതിരെ പരസ്യ നിലപാടെടുത്തു. സംഘപരിവാർ എമ്പുരാനെതിരെ വിമർശനവും ബഹിഷ്കരണ ആഹ്വാനങ്ങളും സൈബർ അറ്റാക്കുമായി രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു ഇത്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ആരംഭിച്ച ദിവസങ്ങളിൽ മാർച്ച് 29 വൈകിട്ടോടെയാണ് മേജർ രവി ഫേസ്ബുക്ക് ലൈവുമായി എത്തിയത്. റിലീസിന് മുൻപ് സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല, അദ്ദേഹം മാപ്പ് പറയും, അത് എഴുതി വെച്ചിട്ടുണ്ട്, സിനിമയിലെ ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന 26 മിനിറ്റോളം കട്ട് ചെയ്യുമെന്നാണ് കേട്ടത് എന്നിങ്ങനെ പല കാര്യങ്ങൾ ആ നീണ്ട ലൈവിൽ മേജർ രവി പറഞ്ഞു. മാർച്ച് 30 മോഹൻലാലിന്റെ ഖേദപ്രകടനവും സിനിമയിൽ എഡിറ്റ് നടത്തുമെന്നുള്ള പ്രസ്താവനയും വന്നെങ്കിലും മേജർ രവിയുടെ വാക്കുകൾ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്ന നീക്കമാണ് മേജർ രവി അടക്കമുള്ളവർ നടത്തുന്നതെന്ന് ശക്തമായ ഭാഷയിൽ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസമാണ് മോഹൻലാൽ ഫാൻസ് മേജർ രവിക്കെതിരെ രംഗത്ത് വന്നത്. രവി എന്ന് വിളിച്ചുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഫാൻസ് അസോസിയേഷന്റെ പ്രതികരണം. മേജർ രവി ഓന്തിനെ പോലും നാണിപ്പിക്കും വിധമാണ് നിറം മാറുന്നതെന്ന് റിലീസ് ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം പരാമർശിച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ പറഞ്ഞു. മോഹൻലാലിന്റെ ഖേദപ്രകടനം മാപ്പപേക്ഷയായി വായിക്കപ്പെടാനുള്ള കാരണം മേജർ രവിയാണെന്നും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കും സിനിമയ്ക്കുമൊപ്പം നിന്നവർക്കും കനത്ത പ്രഹരമാണ് മേജർ രവിയുടെ ലൈവ് ഉണ്ടാക്കിയതെന്നും ഫാൻസ് പുറത്തുവിട്ട പ്രസ്താവനയിലുണ്ടായിരുന്നു. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ നടത്തിയ പല പ്രവർത്തനങ്ങളും മേജർ രവി സ്വന്തം നേട്ടമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നതടക്കം മുൻ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പല ആരോപണങ്ങളും ഫാൻസ് അസോസിയേഷൻ നടത്തിയിരുന്നു. റീ എഡിറ്റ് പതിപ്പ് എത്തിയതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാക്കുകളും മേജർ രവിയോടുള്ള വിമർശനം വ്യക്തമാക്കുന്നതായിരുന്നു. എമ്പുരാന്റെ കഥ മോഹൻലാലിനും തനിക്കുമെല്ലാം വ്യക്തമായി അറിയാമെന്നും അങ്ങനെ അല്ലെന്ന് പറയുന്നവരോട് യോജിപ്പില്ലെന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. ഇതോടെ എമ്പുരാനിലെ മേജർ രവി ചാപ്റ്റർ അവസാനിച്ചെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. എന്നാൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് തിരിച്ചടിച്ച് മേജർ രവി രംഗത്ത് വന്നു. സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ചാണ് റിലീസ് ദിവസം പറഞ്ഞത്. സിനിമ ദേശവിരുദ്ധമാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഒരമ്മയുടേതാണ് എന്നിങ്ങനെ പറഞ്ഞ അദ്ദേഹം മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ വിമർശനങ്ങളോട് രൂക്ഷമായാണ് പ്രതികരിച്ചത്. മോഹൻലാലിന്റെ ഫാൻസ് ചോദിക്കുന്നു മേജർ രവി ആരാണെന്ന്. മേജർ രവി മോഹൻലാലിന്റെ ചങ്കാണ്, അതിന് മോഹൻലാലിന് വേണ്ടെങ്കിലും എന്ന് മേജർ രവി പറഞ്ഞു. വിശ്വശാന്തി ഫൗണ്ടേഷനെ കുറിച്ചുള്ള പരാമർശം എഴുതി കൊടുത്തത് ആരാണെന്നറിയാം. മോഹൻലാലിന് ഒപ്പമുള്ള ഒരാളാണ്. അവനെ ആ ഫൗണ്ടേഷനിൽ താൻ ഇതുവരെയും കയറ്റിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കീർത്തിചക്ര എന്ന സിനിമ ചെയ്ത എന്നെ മേജർ രവിയാക്കിയത് മോഹൻലാലാണ്, അത് ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്തതല്ല എന്നുകൂടി മാധ്യമങ്ങൾക്ക് മുൻപിലായി മേജർ രവി പറഞ്ഞു. ഒട്ടും വൈകാതെ മേജർ രവിയുടെ ഈ പ്രതികരണത്തോടുള്ള മറുപടിയായി മോഹൻലാൽ ഫാൻസ് എത്തി. മോഹൻലാൽ ഫാൻസ് ഒഫീഷ്യലായി പുറത്തുവിട്ട ഒരു കുറിപ്പ് മറ്റാരുടെയോ ഡ്രാഫ്റ്റ് ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അസോസിയേഷൻ ചോദിച്ചു. മോഹൻലാലിന്റെ ചങ്കാണ് മേജർ രവി എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഒപ്പമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരോടൊപ്പം നിൽക്കാതെ നേരെ മറിച്ച് സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി, സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം ഒരു കോമാളിത്തരം കാണിക്കുന്ന വ്യക്തി സുഹൃത്തായിരിക്കില്ല എന്നും മോഹൻലാൽ ഫാൻസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. നിലവിൽ മോഹൻലാൽ ഫാൻസും മേജർ രവി പോരെ ഇതുവരെയാണ് എത്തി നിൽക്കുന്നത്. സിനിമാ സീനുകളിലെ പോലെ പരസ്പരം പഞ്ച് ഡയലോഗുകളുമായി മുന്നോട്ട് പോകുന്ന ഈ വാക്പോര് എവിടെ വരെ പോകുമെന്ന് കാത്തിരുന്നു കാണാം.